അടിമുടി അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വകുപ്പായി മാറിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ്. മന്ത്രി ഗണേഷ് കുമാറിന്റെ വരവോടുകൂടി മാറ്റങ്ങളുടെ പെരുമഴയാണ്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായിട്ടാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. മുഴുവൻ ആർ.ടി ഓഫീസിലും ക്യാമറയുണ്ടെന്നും ഏതെങ്കിലും ഏജന്റ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് കയറി നിൽക്കുന്നത് കണ്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈയിടയ്ക്ക് മലപ്പുറത്ത് നിന്നും ഒരു വീഡിയോ കണ്ടു. ഉദ്യോഗസ്ഥന്റെ മേശപ്പുറത്തുള്ള ഫയൽ ഏജന്റ് എടുത്തു നോക്കുന്നത്. ഇനി ഒരു ഏജന്റ് കൗണ്ടറിനുള്ളിൽ കയറാൻ പാടില്ല. അങ്ങനെ കയറിയാൽ ഉദ്യോഗസ്ഥന്റെ പണി തെറിക്കുമെന്നും ഗണേഷ് വിശദീകരിച്ചു. KSRTCയുടെ മാത്രം മന്ത്രിയല്ല, സ്വകാര്യ ബസ്സുകളുടെയും മന്ത്രിയാണ്. കേരളത്തിൽ കൂടുതൽ സ്വകാര്യ ബസ്സുകൾ വേണം. 2001-2021 കാലഘട്ടത്തിൽ 32,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു. 2006 ഇത് 40,000-ന് അടുത്തെത്തി. എന്നാൽ ഇപ്പോൾ അത് 7,000 ബസ്സുകൾ മാത്രമായി. ഇതിന് കാരണം സ്വകാര്യ ബസ്സും KSRTC ബസ്സും തമ്മിലുള്ള മത്സര ഓട്ടമാണ്. ഈ മത്സരം കാരണം ഇപ്പോൾ രണ്ടും ഇല്ലാതായി. കോട്ടയം കുമളി റോഡ് ഉപയോഗപ്പെടുത്തുന്നില്ല. സ്വകാര്യ ബസ്സുകൾ ഓടട്ടെ. കേരളത്തിൽ മുക്കിലും മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരാൻ ഒരു സംവിധാനം കൊണ്ടുവരണമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലും മന്ത്രി KSRTCയെ കുറിച്ച് പറഞ്ഞിരുന്നു. 2.5 വർഷത്തിനുള്ളിൽ KSRTCയെ ഒരു പരിധിവരെ നേരെയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. KSRTCയിലെ 10% ജീവനക്കാർ പ്രശ്നക്കാരാണ്. ബാക്കിയുള്ള 90% കഠിനാധ്വാനികളാണ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം കൊടുത്തിട്ടും ദൂർത്തടിക്കുന്നതാണ് തൊഴിലാളികളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് പരിഹരിച്ചാൽ KSRTC നന്നാകും. KSRTCയെ വിരൽത്തുമ്പിലാക്കുന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവരും. ഇതിന് മുഖ്യമന്ത്രിയിൽ നിന്നും അനുമതി വാങ്ങിയിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്.